നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത, അതും ഓരോ കൃത്യമായ ഇടവേളകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത, ഇ ഡി റെയ്ഡിനിടയിൽ അവരെ ആക്രമിച്ച കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയും ഗുണ്ടകളെയുമൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വാർത്തയാണല്ലോ. അതേപോലെ തന്നെ അവരുടെ വീടുകളിൽ പോലീസ് നിരന്തരമായിട്ട് അന്വേഷിച്ച് ചെല്ലുന്നു. ഒളിച്ചിരിക്കുന്നവരെ ഒളിസങ്കേതത്തിൽ നിന്നൊക്കെ പിടിക്കുന്നു, ചിലരൊക്കെ കീഴടങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മുൻപും നടന്നിട്ടുള്ളപ്പോൾ, അതായത് മുൻപ് രണ്ട് രാഷ്ട്രീയ പാർട്ടി തമ്മിലുള്ള പ്രശ്നമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ കുടുംബത്ത് വലിയ വലിയ നേതാക്കൾ, അതായത് ഒന്നാം നിരയിലുള്ള നേതാക്കൾ ചെന്ന് വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പേടിക്കേണ്ട, ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇത് കേസ് കുറച്ച് വ്യത്യാസമാണ്. ഇ ഡി ആണ്, അവിടുത്തെ ജാമ്യം പോലും കിട്ടുമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പോലുള്ളവർ ഈ അറസ്റ്റിലായ സഖാക്കളുടെയൊക്കെ വീടുകൾ പോയി സന്ദർശിക്കുകയും അവിടുത്തെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അത് അവർ തന്നെയാണ് സോഷ്യൽ മീഡിയ പങ്കുവച്ചിരിക്കുന്നത്. ഏതാനും വീടുകളുടെ ചിത്രങ്ങളടക്കം ഈ ശിവൻകുട്ടി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒരു 2-3 ചിത്രങ്ങൾ എന്നെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു. കാരണം ഇതൊക്കെ കാണുമ്പോഴേ, അതിൻ്റെ അകത്തളം കാണുമ്പോഴേ ഇവൻ്റെയൊക്കെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവും. ചില ചിത്രം കാണുമ്പോൾ ഈ വീടെന്ത് ബംഗാളിലാണോ എന്ന് പോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. അത്രയും ദയനീയ അവസ്ഥയിലാണ്. ചിലതൊക്കെ ഒരു 4 പേർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത കുടുസുമുറികളും മറ്റുമൊക്കെയാണ്. ചിലർ കൊള്ളാം, ചിലരുടെ വീടൊക്കെ നല്ല അടിപൊളിയാണത്. ഉദാഹരണത്തിന് IP ബിനു, ഈ കുന്നുകുഴി വാർഡിൻ്റെ നേരത്തെ കൗൺസിലറൊക്കെ ആയിരുന്നു IP ബിനുവിനെ പോലുണ്ട്. അവർ ഒരുപക്ഷെ മൂന്നാം നിരയിലെ നേതാവ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവർക്കൊക്കെ തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്, കൗൺസിലർ ആവാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബം ഭാവി ഭദ്രമൊക്കെ ആക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്, അതവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ തല്ലാനും ഈ കല്ലെറിയാനും ഒക്കെ വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെയൊക്കെ വീടുകൾ നോക്കി തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. വളരെ ദയനീയമാണ് അവസ്ഥ, കഷ്ടമെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ചാക്ക് പുട്ടിയും അല്ലെങ്കിൽ ഒരു സിമെൻറ്റെങ്കിലും ഒന്ന് വാരി ആ ഭിത്തി ഒന്ന് പൂശിക്കൂടെ എന്ന് പോലും ആളുകൾ ചോദിച്ചു പോകും. അത്രയും ദയനീയ അവസ്ഥയില്ല. അവിടെ ശിവൻകുട്ടി ഇരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും അവിടെ ഉറച്ചിരിക്കാൻ പോലും അയാൾക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇനി ഇവിടുന്ന് നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലോട്ടാണ് പോകുന്നെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ കണ്ണു തള്ളിപ്പോൾ. അപ്പോൾ ഈ യാഥാർത്ഥ്യം ഈ തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ മണ്ടന്മാരായിട്ടുള്ള അന്തംഗമ്മികൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കേസിൽ ആർക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അകത്ത് പോയ അവന്മാർക്കും അവരുടെ കുടുംബത്തിനും മാത്രം പോയി. ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഇവർ വലിയ ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞിട്ട് പോകും എന്നല്ലാതെ ഈ അറസ്റ്റ് ചെയ്തവരെയൊന്നും അതിൻ്റെ കാലാവധി കഴിയാതെ, അതായത് ഒന്നാമത് ജാമ്യം കിട്ടത്തില്ല. ജാമ്യം കിട്ടണമെങ്കിൽ തന്നെ കുറേ താമസിക്കും. ജാമ്യം കിട്ടിയാലും പിന്നെ ഇതിൻ്റെ കേസിൻ്റെ വാദവും പ്രതിവാദവും ഒക്കെ നടന്ന് തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കിട്ടും. കാരണം ദൃക്സാക്ഷികളും ഡിജിറ്റൽ തെളിവുകളും വേണ്ടുവോളമുള്ള ഒരു കേസാണ്. അതിനാൽ ഒരു കാരണവശാലും അവർ ഊരിപ്പോവില്ല. 100% അവർക്ക് ശിക്ഷ കിട്ടും. പരോൾ ഇറക്കിക്കൊണ്ട് വരാനൊന്നും അവർക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അവരനുഭവിക്കും, അവരുടെ കുടുംബവും അനുഭവിക്കും. കുറേ നാളൊക്കെ ഇവർ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയാനായിട്ട്, കാണിക്കാനായിട്ട്, അത് ജനങ്ങളെ കൂടി അറിയിക്കാനായിട്ട് ഈ വീടുകളിൽ പോവുകയും ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ കാണിക്കുമ്പോഴെങ്കിലും ചില വീടുകളുടെയെങ്കിലും അകത്തളമൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഫോട്ടോ ആയിട്ട് കൊടുക്കാതിരുന്നാൽ നന്നായിരുന്നു. കാരണം ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും ചോദിക്കും, ഇവനൊക്കെ ഇവൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചുകൂടെ? എന്തിനാണ് കണ്ട നേതാവിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയി തല്ലുകയും കണ്ടവരെയൊക്കെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ED പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പോയി ആക്രമിക്കുകയും അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ ഒരുപക്ഷെ കേസും കൂട്ടമൊക്കെ ആയിട്ട് നടക്കേണ്ട അവസ്ഥയൊക്കെ വരുത്തി വെച്ചത് എന്തിനാണ് എന്ന് ആളുകൾ ചോദിക്കും. അകത്തളങ്ങൾ ചിലരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ 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 ദയനീയമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ബംഗാളിലെ ചില വീടുകളും മറ്റും കണ്ടിട്ടുണ്ട്. അതിന് തുല്യമായിട്ടുള്ള സ്ഥലമാണ്. എന്നിട്ടാണ് ഇവിടെ കുറേ കാലം മുമ്പ് പിണറായി വിജയൻ പറഞ്ഞ അതിദാരിദ്ര്യമൊക്കെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിയെന്ന്. പക്ഷേ ഇവൻ്റെയൊക്കെ വീടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കഞ്ഞി വെക്കുന്ന കുടുംബങ്ങളാണെന്ന് പോലും പറയത്തില്ല. ഇതിലും മോശപ്പെട്ട ചില കുടുംബങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് തല്ലാനും ഇവർക്ക് വേണ്ടിയിട്ട് കല്ലെറിയാനും മൊട്ടയെറിയാനും ഒക്കെ ആയിട്ട് നടക്കുന്നത്. SFIയുടെ പിള്ളേർ കുറേ ദിവസമായിട്ട് റോഡിലും മറ്റും സമരമായിട്ട് നിൽപ്പുണ്ട്. ചില ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ചില അപ്പാവി പിള്ളേരെയാണ്, ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഒക്കെയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കൂടുതലും ഇതുപോലുള്ള പരിപാടിക്കൊക്കെ ഈ എന്താ പറയുക SC ST പിള്ളേരെയൊക്കെയാണ്, സംവരണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെയാണ് ഇവർ മുന്നിലേക്ക് പിടിച്ച് തള്ളിവിടുന്നത്. പാവ പിള്ളേരാണ് പോലീസിൻ്റെ അടി കൊള്ളുകയും പോലീസിനെ അടിക്കാൻ പോവുകയും അതുവഴി കേസും കുട്ടുമൊക്കെയായി ജീവിതം തന്നെ തുലച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ കണ്ട നേതാവിൻ്റെ മകൾക്ക് വേണ്ടി ആയിരിക്കരുത്.